ഗൈസ്, തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് മേടിച്ച് നേരെ വിട്ടിരിക്കുന്നത് ഈ ഒരു അക്യൂറത്തിലേക്കാണ് കേട്ടോ. ഇന്നത്തെ പ്രത്യേകത, ഇവിടെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മീൻ എടുക്കാനല്ല, ഡ്രിഫ്റ്റും സ്റ്റോൺസിന്റെ ഒക്കെ കളക്ഷനിൽ നിന്നും നമ്മൾ ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. നോക്കി അവസാനം ഈ ഒരു ഐറ്റം നമ്മുടെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് അനുസരിച്ച് 1300 രൂപയാണ് ഈ ഒരു ഐറ്റത്തിന്റെ റേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആഗ്രഹപ്രകാരം നമ്മുടെ ഓസ്കാർ ടാങ്ക് ഒന്ന് റിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഡ്രിഫ്റ്റുഡിനെ വൃത്തിയാക്കാനായി ഇതിനെ ചൂടുവെള്ളത്തിൽ ഉപ്പും പൊട്ടാസ്യം പെർമാഗ്നേറ്റും ചേർത്ത് കഴുകിയെടുക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടി തടിയെടുത്ത് ബക്കറ്റിൽ വെച്ചപ്പോ സത്യത്തിൽ ഇങ്ങനെ നോക്കുമ്പോ ഈ തടി ഒരു പോത്തിന്റെ തലയുടെ അതേ ലുക്കാണ് കേട്ടോ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പോത്തിന്റെ തലയിൽ ചൂടുവെള്ളം ഒഴിച്ച ശേഷം പൊട്ടാസ്യം പെർമാഗ്നേറ്റും ഉപ്പും ചേർത്ത് നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ്. ഈ ഒരു ഐറ്റം ഇനി കുറച്ചു നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നേരെ നമ്മുടെ ടാങ്കിന്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ടാങ്ക് വൃത്തിയാക്കുന്നതിനായി ആദ്യം തന്നെ ഇതിലെ ഓസ്കാർ മുട്ടന്മാരെ എടുത്ത് മാറ്റേണ്ടതുണ്ട്. കുറച്ചൊന്ന് ബലം പിടിച്ചെങ്കിലും ഇവന്മാരെ നൈസിനങ്ങ് കോരിയെടുത്ത് അടുത്തൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഏറ്റവും വലിയ പണി ഇതിൽ കിടക്കുന്ന ജെംസ് പോലത്തെ പെബിൾസ് എടുത്ത് മാറ്റുക എന്നതാണ്. ഇതിനുശേഷം ടാങ്കിൽ കൂടി നമ്മൾ കുറച്ച് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഒഴിച്ച് ഒരു ഒറ്റ കലക്കൽ കുറച്ചു നേരം ഇതിലെ വേസ്റ്റ് അടിയാൻ വെയിറ്റ് ചെയ്ത ശേഷം ഇതിലെ മുഴുവൻ വെള്ളവും ഈ ഒരു രീതിയിൽ മാറ്റേണ്ടതുണ്ട്. ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന പോത്തിന്റെ തല ഫ്രഷ് വെള്ളത്തിൽ കഴുകേണ്ട സമയമായി കേട്ടോ. ഈ ഒരു ഐറ്റം വെക്കുന്നതിന്റെ കൂടെ ടാങ്കിൽ കുറച്ച് മണൽ കൂടി ഇടുവാണെങ്കിൽ സംഭവം വേറെ ലുക്ക് തന്നെ ആയിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്ററിന്റെ പവർ വെച്ച് സാൻഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഡ്രിഫ്റ്റും സെറ്റ് ചെയ്ത് ടാങ്കിന്റെ അറ്റത്ത് കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ ചെടിയും സെറ്റ് ചെയ്ത ശേഷം ടാങ്കിലേക്ക് തിരിച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ സെറ്റപ്പ് ഇഷ്ടമാകുമോ എന്നുള്ള കൺഫ്യൂഷനോടെ ഓസ്കാറുകളെ നമ്മൾ ഇതിലേക്ക് തിരിച്ചിറക്കി വിടാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട് ഓസ്കാറുകളെ ഇറക്കി വിട്ടപ്പോ അവന്മാർ ഏത് നേരവും ഡ്രിഫ്റ്റുഡിനെയും ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുവാണ്. അടിയിൽ സാൻഡ് പോലൊരു മീഡിയം ഇല്ലാത്തതിന്റെ കുറവുണ്ടെങ്കിലും സംഭവത്തിന് എന്തായാലും കാണാൻ ഒരു ചന്തമുണ്ട്. എന്തായാലും വെള്ളം തെളിയുമ്പോൾ മാത്രമേ ടാങ്കിന്റെ കറക്റ്റ് ലുക്ക് നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ.